ഹലോ കൂട്ടുകാരെ, എന്താണ് പരിപാടി? എന്താണ് വിശേഷങ്ങൾ? ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലെങ്കിലും ഇന്നൊരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഞാനും സുഭാഷും ഉണ്ട് കൂടെ. കുറേ നാളായി തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് തട്ടുകടയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അതിനു മുന്നേ കണ്ടില്ലേ, പ്രകൃതിയുടെ ഭംഗി അങ്ങോട്ട് ആസ്വദിച്ച് പോകാനുള്ള പരിപാടിയാണ്. പാടത്ത് വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക. ഈ നെല്ലിൻ്റെയും ഇതിൻ്റെയൊക്കെ പച്ചപ്പ് ഒരു പ്രത്യേക തരത്തിൽ, വേറെ മൂടിക്കെട്ട് ഉള്ള ഒരു കാലാവസ്ഥ. മഴ പെയ്യാം പെയ്യാതിരിക്കാം, അങ്ങനത്തെ ഒരു വൈബ്. എല്ലാ ചാലുകളും കുളങ്ങളും നിറഞ്ഞ് അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു രസമുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എലവത്തൂർ പാലത്തിൻ്റെ അവിടെയുള്ള തട്ടുകടയിലേക്കാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നാലൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു സുഭാഷ്. എന്താണ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവൻ പറയണില്ല. ഞാനിതിനേക്കാൾ മുന്നൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പോന്നു. എനിക്കവിടെ പ്രത്യേകിച്ചൊരു സർപ്രൈസും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ അവൻ പറഞ്ഞു, ഈ കാലാവസ്ഥയിൽ ഞാൻ പോയിട്ടുള്ളത് ചൂടൊക്കെ ഉള്ളപ്പോൾ നേരത്തുണ്ട. ആ നേരത്ത് പോയി കഴിഞ്ഞാൽ സന്ധ്യ സമയത്തായാലും നമുക്കൊരു ഭക്ഷണം ഒന്നും കഴിച്ച് ഇരിക്കാൻ പറ്റില്ല. ചൂട് തന്നെയാണ്, ഭയങ്കര ചൂട്. അപ്പോൾ ഈ നേരത്ത് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയുണ്ടോ, അത് അടിപൊളിയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പം ഞങ്ങൾ ഇക്കരവിടെ എത്തി 2 കൊള്ളി മുട്ടയും പറഞ്ഞു. ഈ കൊള്ളി മുട്ടയിൽ അദ്ദേഹം ഒരു തരം ചുവന്ന ചമ്മന്തിയൊക്കെ ചേർക്കണ്ടട്ടാ. പിന്നെ അതിൽ ബീഫിൻ്റെ ചാറ് ഒഴിക്കണമെന്ന് ചോദിച്ചു. അത് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അതിങ്ങനെ ചൊകാന്നായിട്ടിരിക്കണം. ഇപ്പോഴും എന്താണ് സർപ്രൈസ് അവിടെ വരാൻ പോകണമെന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ കടയിൽ ഒരു വേറൊരു വൈബുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിരുന്ന് കഴിക്കാനുള്ള ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ടൊരു ക്യാബിൻ പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പാടത്തേക്കാണ് അതിൻ്റെ സൈറ്റ്. അവിടെ നിന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേകതയാണ്. പക്ഷേ ഇത് വേറൊരു സർപ്രൈസാണ് ഇവൻ പറയണത്. അപ്പോൾ ഞങ്ങളുടെ കൊള്ളി മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ് എന്ന് നമുക്ക് നോക്കാം. കണ്ട, ഈ കടയുടെ ബാക്കിലേക്ക് കണ്ട പാടത്തിൻ്റെ ഒരു സൈഡിൽ കാണാണ്ട് കണ്ട ഒരു വൈബാണ്, ഭയങ്കര രസമാണ്. അതപ്പോൾ മേടിച്ചുവിട്ടാ ഞങ്ങൾ. ഇനി സുഭാഷ് ഒറ്റ നടത്താം, വിളിച്ച് നിൽക്കണില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കണ്ട ഈ പാലത്തിൻ്റെ ഒരു വൈബ്. ഇനി അവിടെ നിന്നുകൊണ്ടിരിക്കാനൊന്നും സ്ഥലമില്ല, ഒരു ബസ്സിന് പോകാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ. അവിടെ നിന്നുകൊണ്ട് കഴിക്കുക. അത് ഈ കാലാവസ്ഥയിലിട്ടാ, ചൂടുള്ള കാലാവസ്ഥയിലൊന്നും നടക്കില്ല. അതൊരു നടക്കും, പക്ഷെ അതൊരു വൈബായിട്ട് വരില്ല. നല്ല രസമായിരുന്നു ഇങ്ങനെ കഴിച്ച വൈബിൽ. അപ്പോൾ ഞങ്ങൾ വീണ്ടും 2 ആൾക്കും കൂടിയിട്ട് ഒരു ചില്ലി ചിക്കൻ പറഞ്ഞു. അത് തീയൊക്കെ പറത്തിയിട്ടൊക്കെ ഉണ്ടാക്കണത്, നിങ്ങളത് കണ്ടോക്ക്. എന്താണ് കരിഞ്ഞു പോയത് അങ്ങനെ വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ടേസ്റ്റ് സൂപ്പർ തന്നെയായിരുന്നു. അടിപൊളിയായിട്ട് ഇക്ക പ്രിപ്പയർ ചെയ്ത് തന്നു. നിങ്ങളെല്ലാവരും കഴിക്കണം. ഈ എലവത്തൂർ കൂടി മുല്ലശ്ശേരിക്കോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാതിരുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചില്ലി ചിക്കനും ഞങ്ങൾ ഈ ക്യാബിനിലൊന്നും ഇരുന്ന് കഴിക്കാൻ പോയില്ല. അതും ഈ പാലത്തിൻ്റെ വൈബിൽ അവിടെ പോയി നിന്നുകൊണ്ട് തന്നെയാണ് കഴിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇക്കര ക്യാബിൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. അത് വേറൊരു വൈബാണ്. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്, മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് വില്ലനായിട്ട് മഴ വന്നത്. ക്യാബിനിൽ ഞങ്ങൾ കയറ്റി അടങ്ങും എന്ന് പറഞ്ഞിട്ട്
അപ്പോൾ പിന്നെ ക്യാബിനിൽ കയറി ഇരിക്കേണ്ടി വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷാട്ടാ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ വേറെ ലെവലാണ് കേട്ടോ, അതിലൊരു സംശയമില്ല. വ്യൂ നോക്ക്, അടിപൊളിയാണ്. പാടത്തേക്ക് ഇറക്കിയിട്ടാണല്ലോ ക്യാബിൻ കെട്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഫാമിലികൾ ഇവിടെ ധാരാളം വരാറുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഞങ്ങൾക്ക് പോകാനായിട്ട് സുഭാഷ് മഴയൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ തുടച്ചിട്ടുണ്ട്. അപ്പോൾ